തെരുവു നായയുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് കുഞ്ഞുങ്ങൾ മരണപ്പെട്ട വാർത്ത ഈയിടെയായി തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പേവിഷബാധയേറ്റ് വാക്സിൻ എടുത്തതിന് ശേഷവും പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് തെരുവു നായകളുടെ നിയന്ത്രണത്തെക്കുറിച്ചും അതുപോലെ ആൻറ്റി റാബീസ് വാക്സിനേഷനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊന്നും ഇൻസൈറ്റിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഡോക്ടർ തൻവീർ സർ ചേരുകയാണ്. സ്വാഗതം. തെരുവു നായയുടെ കടിയേറ്റ് കുഞ്ഞുങ്ങൾ മരണപ്പെട്ട വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. അതിൽ പലരും വാക്സിൻ എടുത്ത ശേഷവും ഈ പേവിഷബാധ വരികയും, അതായത് വാക്സിൻ ഫലപ്രദമാവാത്ത രൂപത്തിലാണ് എന്നാണല്ലോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? വാക്സിൻ്റെ പ്രശ്നമാണോ അതല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും? ആക്ച്വലി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഈ റാബീസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ കുറിച്ചും അത് എങ്ങനെയാണ് പകരുന്നത് എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഈ വാക്സിൻ്റെ വർക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ബേസിക്കലി ഈ റാബീസ് എന്ന് പറയുന്ന ഒരു വൈറസ്, ഒരു ബുള്ളറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു ചെറിയൊരു വൈറസാണ്, ഒരു RNA വൈറസ്. ഈ വൈറസ് സാധാരണ രീതിയിൽ റാബീസ് വൈറസിനെ ശരീരത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ചില മൃഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സസ്തനികളായിട്ടുള്ള മൃഗങ്ങൾക്കെല്ലാം ഇത് അവരുടെ ശരീരത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മൃഗങ്ങൾ നമ്മളെ കടിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ 95% നമ്മൾക്ക് ഡോഗിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, അഥവാ പട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നായകളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള 5%-ൽ 4% പൂച്ചകളിൽ നിന്നുമാണ് കിട്ടുന്നത്. ഇന്ത്യയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വേറെ ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 30%-ഓളം ബാറ്റുകളിൽ നിന്നാണ് കിട്ടുന്നത്. ഇന്ത്യയിലെ ബാറ്റുകളിൽ സാധാരണ രീതിയിൽ നമുക്ക് റാബീസ് വരാറില്ല. അപ്പോൾ ഇത് നമ്മൾ കടിക്കുകയാണെന്ന് നോക്കുക. അപ്പോൾ ഈ കടിക്കുന്ന സമയത്ത് ഇവരുടെ ഈ സലൈവയിൽ നിന്ന് അല്ലെങ്കിൽ തുപ്പലിൽ നിന്ന് അതല്ലെങ്കിൽ ഇവർ മാന്തുമ്പോൾ അതിൽ നിന്ന് അവരുടെ ഈ ശരീരത്തിൽ നിന്നുള്ള ഈ വൈറസ് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുകയും, നമ്മളുടെ ശരീരത്തിൽ മുറിവായി എന്ന് വെക്കുക. മുറിവായതിനു ശേഷം ഇത് ശരീരത്തിലെത്തി അത് നമ്മളുടെ നാഡീവ്യൂഹങ്ങളിലൂടെ അല്ലെങ്കിൽ നെർവുകളിലൂടെയാണ് ശരീരത്തിലേക്ക് കയറുന്നത്. സാധാരണ രീതിയിൽ ഏതൊരു മൈക്രോ ഓർഗാനിസം, ഏതൊരു സാധനം നമ്മുടെ ശരീരത്തിൽ കയറുകയാണെങ്കിലും നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് കയറുക. ബ്ലഡ് സ്ട്രീമിലേക്ക് കയറുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഇവിടെ ഈ പറയുന്ന ഈ റാബീസ് സാധാരണ ബ്ലഡുകളിലൂടെ അതിന് യാത്ര ചെയ്യാൻ പറ്റില്ല, അത് നെർവുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നെർവുകളിലൂടെ യാത്ര ചെയ്ത് നമ്മളുടെ സാധാരണ നാഡീവ്യൂഹം എങ്ങനെ വരുന്നത് വെച്ചാൽ തലച്ചോറ് കഴിഞ്ഞിട്ട് തലച്ചോറിന് താഴേക്ക് ഇങ്ങനെ സുഷുമ്ന നാഡി വരും. ശേഷം സുഷുമ്ന നാഡിയിൽ നിന്നും ഓരോ നെർവുകൾ ഇങ്ങനെ നമ്മളുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും, ഇപ്പോൾ കയ്യിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കാലിനെ നിയന്ത്രിക്കാനൊക്കെയുള്ള ഞരമ്പുകൾ വരികയും ചെയ്യും. അപ്പോൾ അതാണ് ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അഥവാ റിട്രോഗ്രേഡ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ പറയുന്ന ഓർഗാനിസം നമ്മളുടെ ശരീരത്തിൽ കയറി നമ്മളുടെ തലച്ചോറിലേക്ക് എത്തുന്നത്. അപ്പോൾ വൺസ് ഈ സാധനം ആദ്യം ഈ ഓർഗാനിസം നമ്മളുടെ നെർവിൽ എവിടെയെങ്കിലും ആദ്യമേ ഒരൊറ്റ ബൈറ്റിൽ തന്നെ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു വാക്സിനുള്ള എഫക്റ്റ് കുറയും. അതായത് നമ്മൾ ഒരു നായ നമ്മളെ കടിച്ചു എന്ന് വെക്കുക, ചെറിയൊരു കടിയാണ്, ആ കടിയിൽ ചെറിയൊരു മുറിവേ ആയിട്ടുള്ളൂ, ഒരു ഞരമ്പിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു മുറിവായിട്ടില്ലെങ്കിൽ ആ പറയുന്ന വൈറസ് ആ മുറിവിന് ചുറ്റുമായിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ കഴുകി കളയുന്നതോട് കൂടി തന്നെ ഏകദേശം ഒരു 90% ഈ വൈറസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒഴിവാകും. കാരണം ഈ റാബീസ് വൈറസ് എന്ന് പറയുന്നത് ഒരു എൻവലപ്ഡ് വൈറസ്, നോൺ എൻവലപ്ഡ് വൈറസ് എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള വൈറസ് ഉണ്ട്. എൻവലപ്ഡ് വൈറസ് എന്ന് പറയുമ്പോൾ ആ വൈറസിന് ചുറ്റും ഒരു പാളിയുണ്ട്. അപ്പോൾ ആ പാളിയുള്ള എല്ലാ വൈറസുകളും, ഏത് വൈറസ് ആണെങ്കിലും നമ്മൾ സോപ്പിട്ടിട്ട് കഴുകിയാൽ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. ഒരു 90% അവിടെ തന്നെ നിൽക്കുന്ന വൈറസുകൾ നമ്മൾ ഈ കഴുകുന്നതോട് കൂടി പോകും. ബാക്കിയൊരു 10% അവിടെ തന്നെ ഉണ്ടാകും. ആ 10% പിന്നീടൊരു സമയത്ത്, ഏതൊരു സമയത്ത് വേണമെങ്കിലും അത് ഞരമ്പിലേക്ക് എത്താം. അപ്പോൾ അതെത്താൻ കുറച്ച് സമയമെടുക്കും. ചില വൈറസുകൾ അവിടെ കുറേ ദിവസം നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് അത് ഞരമ്പിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു മൃഗം കടിച്ചതിന് ശേഷം ചിലപ്പോൾ ചില ആളുകൾക്ക് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ സിംറ്റംസ് വരാം. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഇത് കടിക്കുന്നത് ഡയറക്റ്റായിട്ട് അവരുടെ വായിൽ നിന്ന് അത് നേരെ ഞരമ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് നമ്മളുടെ ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും മരണം പോലത്തെ വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ 2 കേസുകളും ഇപ്പോൾ അടുത്തുണ്ടായ 2 മരണത്തിലും ആ ഒരു സംഭവമാണ് ഉണ്ടായത്. കാരണം കഴിഞ്ഞ് ഏകദേശം ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ചില കേസുകളിൽ 1 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 വർഷം വരെ കഴിഞ്ഞിട്ട് വരെ എന്ത് ചെയ്യാം, ഈ റാബീസിൻ്റെ സിംറ്റംസ് വരാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഇത് അവിടെ നിൽക്കുകയും പിന്നീട് അത് ഞരമ്പിൽ കയറി മെല്ലെ അത് തലച്ചോറിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാവുക. സാധാരണ രീതിയിൽ ഇതിൻ്റെ വൈറസ് പോകുന്നതിൻ്റെ സ്പീഡിന് വരെ ഒരു കണക്കുണ്ട്. സാധാരണ ഒരു ദിവസം 1 സെൻറ്റിമീറ്റർ എന്നുള്ള കണക്കിനാണ് പോവുക. അപ്പോൾ നമ്മളുടെ കാലിൻ്റെ തുഞ്ചത്താണ് ഇത് കടിച്ചതെങ്കിൽ നമ്മളുടെ തലച്ചോറിലേക്ക് എത്താൻ അത്രയും സമയമെടുക്കും. നമ്മളിപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ
അത്രയും ദിവസം 160ഓളം ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അത് തലച്ചോറിലേക്ക് എത്തുക. അപ്പോൾ അത്രയും കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ സിംറ്റംസ് ഉണ്ടാവുക. അപ്പോൾ അതിന് മാത്രമല്ല, അപ്പോൾ എത്രത്തോളം വൈറസ് ലോഡ് അതിൽ വന്നിട്ടുണ്ട് എന്നതിനറിച്ച്, എത്രത്തോളം ആഴത്തിലായിരുന്നു ആ മുറിവ് എന്നതിനനുസരിച്ച്, ഇതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഈ കഴിഞ്ഞ 2 വിഷയങ്ങളിൽ അത് വാക്സിൻ ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഴകീറി പരിശോധിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബൈറ്റ്, ഫേസുകളിൽ ഒരു ബൈറ്റ് കിട്ടുമ്പോൾ നമ്മൾ പറയുമ്പോൾ മുഖത്താണ് ബൈറ്റ് കിട്ടിയതെന്നാകുമ്പോൾ മുഖം തലച്ചോറിന് എത്രയും അടുത്താണ്, തലച്ചോറിലേക്കുള്ള ദൂരമാണ് ഇവിടെ വിഷയം. തലച്ചോറിന് എത്രയും അടുത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. 2, വലിയ ആഴത്തിലുള്ള കടിയാകുമ്പോൾ ആ കടിയിൽ തന്നെ നമ്മൾക്കൊരു കഴുകി കളയുന്ന ഒരു സമയത്തിൻ്റെ ഉള്ളിൽ, കഴുകി കളയാൻ നമുക്ക് കുറച്ചൊന്ന് ലേറ്റ് ആവുന്നതിൻ്റെ ഉള്ളിൽ, അതല്ലെങ്കിൽ നമ്മൾക്ക് ആദ്യം അതിന് ERIG വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷനിലേക്ക് പോകാം. പിന്നെ വാക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ 2 രീതിയിൽ, ഇപ്പോൾ വലിയ മുറിവൊക്കെ ആണെങ്കിൽ നമ്മൾ 2 സാധനങ്ങൾ വെക്കും, വാക്സിനും വെക്കും, അതിൻ്റെ കൂടെ ERIG എന്നുള്ള ഒരു സാധനം വെക്കും. കാരണം വെച്ചാൽ നമ്മൾ വാക്സിൻ വെച്ച് അതിൻ്റെ ആക്ഷൻ വരണമെങ്കിൽ ഏകദേശം 1 ആഴ്ച മുതൽ 10 ദിവസം വരെ സമയമെടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ERIG അല്ലെങ്കിൽ റിഗ് എന്ന് പറയുന്ന ഇക്വൈൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അല്ലെങ്കിൽ HRIG ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾക്ക് ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം അത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആ ഒരു വൈറസിനെ ഒഴിവാക്കാൻ അതിന് സാധിക്കും. അപ്പോൾ ഞരമ്പിൽ കയറാതെ അവിടെ പുറത്ത് തന്നെ ഈ വൈറസുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ വേഗം തന്നെ ഒഴിവാക്കാൻ ഈ ERIGക്ക് സാധിക്കും. അപ്പോൾ ഇത് 2 കൊടുത്താലും ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് അത് നെർവിലേക്ക് ഇൻഫെക്റ്റ് ചെയ്ത് അത് നെർവിൽ കയറി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഡോക്ടർമാർ ഈ കഴിഞ്ഞ സംഭവത്തിൽ കുട്ടിക്ക് മുഖത്തോ തലയിലോ കടിയേറ്റത് കൊണ്ടായിരിക്കണം വാക്സിൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താതെ പോയത് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു സീക്രട്ട് ഇതായിരിക്കും. അതെ, അത് മാത്രമല്ല നമ്മൾ ഏറ്റവും ഇപ്പോൾ ഈ വാക്സിനും ബാക്കിയുള്ളതൊക്കെ നമുക്ക് എത്താനും കുറച്ചൊരു ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്നുള്ളൊരു സാധനമുണ്ട്. അതിന് മുമ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് വൃത്തിയായി ഒരു സോപ്പ് വെച്ച് നല്ല വൃത്തിക്ക് കഴുകുക എന്നുള്ളതാണ്. ആ ഒരു സംഗതി നമ്മൾ പെട്ടെന്ന് ചെയ്യണം. എനിക്കൊന്നു നമ്മുടെ തെരുവ് പട്ടി കടിക്കുന്ന ആവട്ടെ, അതല്ല വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് ആവട്ടെ, കടിയേറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതെ, അപ്പോഴേ തന്നെ ആ ഒരു സമയം കൂടുതൽ വൈകിക്കാതെ വെള്ളം ഉപയോഗിച്ച് സോപ്പിട്ട് നന്നായിട്ട് കഴുകുക, വൃത്തിയാക്കി കഴുകുക. എത്ര ചെറിയ മുറിവാണെങ്കിലും നമ്മളത്, പിന്നെ ഏത് മുറിവാണെങ്കിലും എന്താണ് കടിച്ചത് എന്താണെങ്കിലും നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോവുക. കാരണം ഇത് ഒരു റാബീസ് ഉണ്ടാക്കുന്ന ഒരു മൃഗമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് പറയുന്നുണ്ടാവില്ല. പക്ഷേ ഡോക്ടർമാർക്ക് അതിനെക്കുറിച്ച് അറിയാം, ഏതൊക്കെ പിന്നെ മൃഗങ്ങൾ കടിച്ചാലാണ് നമുക്ക് റാബീസ് വരിക. ഇപ്പോൾ പലരും ഈ നായയുടെ കാര്യത്തിൽ പല ആളുകൾക്കും അറിയാം, പക്ഷേ വീട്ടിൽ പശുവിനെ വളർത്തുന്നവരുണ്ടാവും, ആടിനെ വളർത്തുന്നവരുണ്ടാവും. അതൊക്കെ കടിക്കുന്ന സമയത്ത് അതിന് റാബീസിൻ്റെ ഇമ്മ്യൂണോഗ്ലോബുലിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ വാക്സിനും എല്ലാം വെക്കണം. അതിനും വേണം. പൂച്ചക്ക് വേണം. പൂച്ച മാന്തുന്ന കുറേ കേസുകളുണ്ടാകും വീട്ടിലൊക്കെ. ചെറിയ കുട്ടികളെ അവർ കളിക്കുന്ന സമയത്ത് പൂച്ച മാന്തിയിട്ട് പോകും, ചിലപ്പോൾ അവിടുന്ന് ചോര വരുന്നുണ്ടാകാം. അപ്പോൾ അതിന് TT അടിക്കണം എന്നുള്ള വിവരം എല്ലാവർക്കും അറിയുന്നുണ്ടാകും. പക്ഷേ ഈ റാബീസിനെതിരെയുള്ള വാക്സിൻ എടുക്കണം എന്നതിനെക്കുറിച്ച് പലർക്കുമുള്ള അറിവ് കുറവാണ്. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകണം, അതുപോലെ തൊട്ടടുത്ത ഡോക്ടറെ കാണിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ കടിയേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് സ്വാഭാവികമായും വളർത്തുന്ന നായകളെ വളർത്തുന്നവരുണ്ടാകും, പൂച്ചകളെ വളർത്തുന്നവരുണ്ടാകും. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ തെരുവുപട്ടികൾ ധാരാളമായി നടക്കുന്നുണ്ട്. അവയെ നിയന്ത്രിക്കേണ്ടതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും കേരളത്തിൻ്റെ പരിസരത്തിലൂടെ ജീവിക്കുന്ന ഒരാൾക്ക് കടിയേൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷനുകളെ കുറിച്ച് പല രീതിയിൽ നമുക്കിതിനെ ചെയ്യാം. ഒരു വീട്ടിൽ നമ്മളൊരു ഡൊമസ്റ്റിക്കായിട്ട് നമ്മൾ വളർത്തുന്ന ഒരു നായ അല്ലെങ്കിൽ പൂച്ച, അങ്ങനെയുള്ള മൃഗങ്ങൾ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ ഒന്ന് നമുക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന രീതിയിൽ വാക്സിൻ വെക്കാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളതെല്ലാം നമുക്കൊരു കടിയേറ്റതിന് ശേഷമുള്ള വാക്സിനേഷനെ കുറിച്ചാണ്. കടിയേൽക്കുന്നതിന് മുമ്പും നമുക്ക് വാക്സിൻ വെക്കാൻ പറ്റും. അതിന് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്നാണ് പറയുക. കടിയേൽക്കാൻ സാധ്യത കൂടുതലുള്ള ആളുകൾക്ക് എന്തായാലും ചെയ്തിരിക്കുക. അപ്പോൾ അത് 3 ഡോസാണ് വെക്കേണ്ടത്. ആദ്യത്തെ ദിവസം, അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞ് 28ാമത്തെ ദിവസം എന്നുള്ള രീതിയിൽ. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വെച്ച് കഴിഞ്ഞ് അടുത്ത 3 മാസത്തിനുള്ളിൽ നമുക്ക് കടിയേൽക്കുകയാണെങ്കിൽ നമുക്ക് വാക്സിനേഷൻ വെക്കേണ്ട ആവശ്യമില്ല. ഇനി 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒരു കടിയേൽക്കുന്നത് എങ്കിൽ നമുക്ക് 2 ഡോസ് മാത്രം മതി. അല്ലാത്തപ്പോൾ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ 4 ഡോസാണ് സാധാരണ പറയാറ്. അതായത് കടിച്ച അന്ന് 3 ദിവസം കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞ് 28ാമത്തെ ദിവസം. 4 ഡോസാണ് സാധാരണ രീതിയിൽ പറയുക. അതും 2 കൈയിലും വെക്കാറുണ്ട്. ഈ നമുക്ക് കടിക്കുന്നത് ഈ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുത്ത ഒരാൾക്കാണ് കടിക്കുന്നതെങ്കിൽ 2 ഡോസ് മതി. അതും തന്നെ ഒരു സൈഡിൽ മതി. അപ്പോൾ അത് കുറയും. മാത്രമല്ല, മുറിവിന് ചുറ്റും വെക്കുന്ന
ഒരു ERIG എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമുക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുത്ത ഒരാളാണെങ്കിൽ അതിൻ്റെ ആവശ്യവും ഇല്ല. പിന്നീട് ഒരു കടി ഏൽക്കുകയാണെങ്കിൽ ERIGയുടെ ഒരു ആവശ്യവും ഇല്ല. പിന്നെയുള്ളത് നമ്മളുടെ ഈ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ വളർത്തുന്ന പൂച്ചകൾക്ക് അല്ലെങ്കിൽ നമ്മൾ നായകൾക്ക് അവർക്ക് വാക്സിനേഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ള വാക്സിനേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 3 മാസം ആകുമ്പോൾ, അതായത് അതിൻ്റെ പ്രായം 3 മാസം ആകുമ്പോൾ ആദ്യത്തെ വാക്സിൻ, പിന്നെ 6 മാസം കഴിഞ്ഞ് അടുത്ത വാക്സിൻ, പിന്നെ ഓരോ വർഷത്തിലും വാക്സിനേഷൻസ് ഇതുകൂടെ വെക്കുകയാണെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടും. പിന്നെ എന്നിരുന്നാലും ഇപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഒരു ഡൊമസ്റ്റിക് ക്യാറ്റിന് നമ്മളിത് വെച്ചു എന്ന് വരിക, എന്നിരുന്നാലും നമുക്കൊരു കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വാക്സിൻ എടുക്കുക തന്നെ വേണം. ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഞാനൊരു പൂച്ചയെ വളർത്തുന്നുണ്ട് എന്ന് വിചാരിക്കുക, ഞാൻ വാക്സിനൊന്നും എടുത്തിട്ടില്ല, എൻ്റെ പൂച്ചക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊരു കടിയേറ്റാൽ ഞാൻ പോയിട്ട് ബാക്കി വാക്സിൻസ് കംപ്ലീറ്റ് ചെയ്യണം. കാരണം നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. കാരണം നമ്മൾ ഇന്ത്യയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഓരോ അരമണിക്കൂറിലും ഒരാൾ വെച്ച് റാബീസ് കാരണം തന്നെ മരണപ്പെടുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ കേരളത്തിലെ കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏകദേശ കണക്ക് നോക്കുമ്പോൾ 2 ലക്ഷം പേർക്കാണ് നായകടിയേറ്റത്. കഴിഞ്ഞൊരു വർഷത്തിൽ 2.5 ലക്ഷം ആളുകൾക്ക് പൂച്ചയുടെ കണക്കുകൾ പ്രകാരം 3.16 ലക്ഷം പേരാണ് അതെ ഈ ചികിത്സ തേടിയത് ഒരു വർഷത്തിന്. ഏകദേശം ഒരു നമ്മൾ ശരാശരി നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 1000 പേരായി. അതെ, അത്രയും ഉണ്ട്. പിന്നെയുള്ളത് അപ്പോൾ അടുത്തത് നമ്മൾ ഈ സ്ട്രേ ഡോഗ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. മൊത്തത്തിൽ എല്ലാ സ്ട്രേ ഡോഗ്സിനെയും കൊല്ലുക എന്നുള്ളതൊരു റീസണബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ റിപ്രൊഡക്ഷൻ കുറക്കാനുള്ള രീതിയിൽ അവരെ വന്ധ്യവൽക്കരണം ചെയ്യുക, അതുപോലെ തന്നെ അവർക്കും മാക്സിമം രീതിയിൽ വാക്സിനേഷൻസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. എല്ലാവരെയും നമ്മൾക്ക് വാക്സിനേഷൻ, എല്ലാ ആളുകളെയും നിങ്ങൾക്ക് ഒരു നായയുടെ കടി ഏൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് അവരെ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു സ്ട്രേ ഡോഗ് ഉണ്ടെങ്കിൽ അതിനെ വാക്സിനേറ്റ് ചെയ്യുന്നത്. അതിനുള്ള എന്തെങ്കിലും സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് സർക്കാർ തലത്തിലൊക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഇപ്പോൾ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് സർക്കാർ തലത്തിൽ തന്നെ ആലോചിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ ദിവസത്തെ കേസുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് വാക്സിൻ സൂക്ഷിക്കേണ്ട രീതി അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ട് കറണ്ട് പോകുന്നത് കൊണ്ടൊക്കെ അതിൻ്റെ ഒരു കപ്പാസിറ്റി കുറയുന്നുണ്ട് എന്ന രൂപത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? സാധാരണ രീതിയിൽ നമ്മുടെ ഏതൊരു വാക്സിൻ ആണെങ്കിലും അതിനൊരു കോൾഡ് ചെയിൻ അതിന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയും. കോൾഡ് ചെയിൻ എന്ന് പറയുമ്പോൾ സാധാരണ ഏതൊരു വാക്സിനും അത് കീപ്പ് ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചറിൻ്റെ കണക്കുണ്ട്. സാധാരണ 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസിലാണ് ഏകദേശം എല്ലാ വാക്സിനുകളും കീപ്പ് ചെയ്യുന്നത്. 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ഇതിൻ്റെ വാക്സിനും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പക്ഷെ എന്നിരുന്നാലും ബാക്കി വാക്സിനുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് നമ്മളുടെ റാബീസിൻ്റെ വാക്സിനിൽ ഇപ്പോൾ നമ്മൾ ഒരു ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് വിചാരിക്കുക, നമ്മുടെ നോർമൽ ഒരു ടെമ്പറേച്ചർ. അതിലാണെങ്കിൽ പോലും അത് ഏകദേശം ഒരു 10 ദിവസത്തേക്ക് കേടുവരാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഉള്ളത്. മാത്രമല്ല 35 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്ന് വിചാരിക്കുക, നല്ല അതീവ ചൂടുള്ള ഒരു സമയത്ത്, അങ്ങനെയാണെങ്കിൽ പോലും 3 ദിവസത്തേക്ക് വരെ കേടുവരില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് നേരത്തേക്ക് കറണ്ട് പോയി അല്ലെങ്കിൽ ഫ്രിഡ്ജ് കുറച്ച് സമയത്തേക്ക് ഓഫായി എന്നുള്ള രീതിയിലൊന്നും ആ ഒരു പ്രശ്നം കാരണം വാക്സിൻ കറക്റ്റ് ആവാത്ത രീതിയിൽ വരില്ല. പിന്നെയുള്ളത് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് വരാമോ എന്നുള്ളതാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ സ്റ്റോറേജിൻ്റെ ഇതിൽ നമുക്ക് പിന്നെ പ്രോബ്ലംസ് വരാൻ സാധ്യതയില്ല എന്നുള്ളത് ഇതുകൂടെ മനസ്സിലായിട്ടുണ്ടാകും. രണ്ടാമത്തത് കാരണം നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്ന മെത്തഡോളജിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഇൻട്രാഡെർമലായിട്ടാണ് നമ്മൾ സാധാരണ വെക്കുക, എന്ന് വെച്ചാൽ തൊലിയുടെ തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ തൊലിയുടെ ഉള്ളിലായിട്ട്, ഇൻട്രാഡെർമൽ അതിൻ്റെ ഉള്ളിലായിട്ടാണ്, തൊലിയുടെ താഴേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അത് നമ്മുടെ തോളിൽ ഈ ഭാഗത്ത് 2 സൈഡിലുമായിട്ടാണ് വെക്കുക. അത് വെക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു സൂചി വെച്ചിട്ടാണ് വെക്കുക. അത് നല്ല വേദന ഉണ്ടാകും, ചെറിയൊരു രീതിയിൽ വേദന മാത്രമല്ല ഒരു കുമിള പോലെ ഒരു പൊന്തൽ ഇത് ചെയ്ത് ഉടനെ അതുണ്ടാകും. അത് നമ്മളുടെ തൊലിയുടെ ഉള്ളിലേക്ക് തന്നെയാണ് ഇത് കയറിയത് എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി അത് അങ്ങനെ കയറില്ല, അത് താഴേക്ക് പോയി എന്ന് ആകുമ്പോഴാണ് നമുക്കൊരു ഫെയിലിയറിനുള്ള ഒരു സാധ്യത. അതിനി അഥവാ ഒരു സൈഡിൽ ഫെയിലായാലും 2 സൈഡിലും ഒരേ സമയത്ത് ഫെയിലാവാനുള്ള സാധ്യതകളും കുറവാണ്. അതിനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. കാരണം മിക്കവാറും നമ്മുടെ ഹൗസ് സെൻസി സമയത്തുമൊക്കെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. വെക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം നോക്കുന്നതാണ്, നമ്മൾ ഈ കുമിള പോലെ പൊന്തിയിട്ടില്ലേ, അത് കറക്റ്റായിട്ടില്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താറുണ്ട്. ഇപ്പോൾ സർക്കാർ ഏറ്റവും കൂടുതൽ ഈ തെരുവുനായ
നിയന്ത്രണത്തിന്, ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഈ വന്ധ്യംകരണം പദ്ധതി, അല്ലെ, ആൻറ്റി ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന ABC. ഇത് എത്രത്തോളം ഫലപ്രദമാണ് ഇത് നിയന്ത്രിക്കുന്നതിൽ? വന്ധ്യവൽക്കരണം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു പോപ്പുലേഷൻ കൺട്രോളാണ് ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സ്ട്രേ ഡോഗ്, ഇപ്പോൾ ഒരു 1000 സ്ട്രേ ഡോഗ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു ബർത്ത് കൺട്രോൾ ചെയ്യുമ്പോൾ അതൊരു 500ലേക്ക് കുറക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബൈറ്റ്സ് നമുക്ക് കുറക്കാൻ പറ്റും. നമ്മൾ ഡിനോമിനേറ്റർ കുറക്കുന്ന സമയത്ത്, അതായത് ഏകദേശം നമ്മൾക്ക് 2 ലക്ഷം കടിയേറ്റപ്പോൾ അതിൽ 6 മരണം എന്നാകുമ്പോൾ ആ 2 ലക്ഷം എന്നുള്ളത് നമുക്ക് 1 ലക്ഷമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണം എന്നുള്ളത് നമുക്ക് 3 ആക്കി കുറക്കാൻ പറ്റും. ആ ഒരു മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ റബീസ് ആ വന്ധ്യവൽക്കരണം ചെയ്തു എന്ന് വെച്ച് അത് ചെയ്തു കഴിഞ്ഞ നായകൾക്ക് റാബീസ് വരുത്താനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയുണ്ട്. പക്ഷേ റീപ്രൊഡക്ഷൻ കുറയുമ്പോൾ എമൗണ്ട് കുറയുന്നു, അവരുടെ പ്രോജനറ്റേഴ്സ് കുറയുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ഷോൾഡറിന് ഈ വാക്സിൻ വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഇഞ്ചെക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ മുറിവിന് ചുറ്റും ഇഞ്ചെക്ട് വെക്കുന്ന ഒരു രീതി, അതുപോലെ പുക്കിളിന് ചുറ്റും ഇഞ്ചെക്ട് വെക്കുന്ന രീതി, ഇങ്ങനെ പല രീതികളും പ്രചാരത്തിലുണ്ടെന്നാണ്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? പണ്ട് ഉണ്ടായിരുന്ന ഒരു മെത്തേഡ് ഓഫ് വാക്സിനേഷനാണ് പൊക്കിളിന് ചുറ്റും ഉണ്ടായിരുന്നത്. ന്യൂറോണൽ വാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിനാണ്. ആ വാക്സിൻ അല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബേസിക്കലി വാക്സിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുറിവിൻ്റെ കാറ്റഗറി നോക്കിയിട്ടാണ്. അതായത് ഒരാൾക്ക് ഒരു നായയുടെ കടിയേറ്റു എന്ന് വിചാരിക്കുക. ജസ്റ്റ് ആ നായ വന്ന് നമ്മളുടെ സ്കിന്ന്, നമ്മളുടെ തൊലിയിൽ ജസ്റ്റ് നക്കി പോവുകയാണെങ്കിൽ അവിടെ ഒരു മുറിവൊന്നും ഉണ്ടായിട്ടില്ല. അതിന് നമ്മൾ കാറ്റഗറി 1 വൂണ്ട് എന്ന് പറയും. അതിന് നമുക്ക് ഒരു രീതിയിലുള്ള വാക്സിനേഷൻ്റെ ആവശ്യമില്ല, നമ്മളത് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഇനി ഒരു നായ വന്ന് നമ്മളെ കടിച്ചു, ചെറിയൊരു മുറിവ് പോലെ ഉണ്ടായി, പക്ഷെ അവിടെ ചോര പൊടിഞ്ഞില്ല എന്ന് വെക്കുക. അതിനെയാണ് നമ്മൾ കാറ്റഗറി 2 വൂണ്ട് എന്ന് പറയുക. കാറ്റഗറി 2 വൂണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇൻട്രാഡെർമൽ റാബീസ് വാക്സിനാണ് വെക്കുന്നത്, IDRV എന്ന് പറയും. അത് നമ്മളുടെ തോളിലാണ് വെക്കുന്നത്. നമ്മളുടെ തൊലിയുടെ ഉള്ളിൽ, നേരത്തെ പറഞ്ഞ പോലെ തൊലിയുടെ ഉള്ളിലായിട്ടാണ് നമ്മൾ വാക്സിൻ വെക്കുക. ഒരു വിസിറ്റിൽ തന്നെ 2 ഡോസ് വെക്കും. 0.1 ml വെച്ചിട്ട് ഈ ഷോൾഡറിലും 0.1 ml ഈ ഷോൾഡർ, മൊത്തം 0.2 ml. ഇത് കടിച്ച അന്ന് 3 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ് 28ാമത്തെ ദിവസം, ഇങ്ങനെ 4 ഡോസാണ് മൊത്തമായിട്ടുള്ളത്. ഇതോടുകൂടി അതിൻ്റെ ആ കോഴ്സ് കഴിഞ്ഞു. അടുത്തത് നായ കടിച്ചു, മുറിവായി, ചോര പൊടിഞ്ഞു എന്ന് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ചോര പൊടിഞ്ഞതോടുകൂടി ഈ പറഞ്ഞ നമ്മളുടെ റാബീസ് വാക്സിൻ നെർവ്സിലേക്ക് കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ IDRV എന്ന് പറയുന്നത് നമ്മളുടെ ഈ 4 വട്ടമായിട്ടുള്ള ഒരു മാസത്തെ ഒരു കോഴ്സ് ഓഫ് വാക്സിൻ്റെ കൂടെ ERIG അല്ലെങ്കിൽ HRIG എന്ന് പറയുന്ന റിഗ്, റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടെ കൊടുക്കണം. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ വാക്സിൻ വെക്കുമ്പോൾ, IDRV എന്ന് പറയുന്ന വാക്സിൻ വെക്കുമ്പോൾ, ഈ വാക്സിൻ്റെ ആക്ഷൻ വരാൻ ഏകദേശം ഒരാഴ്ച സമയമെടുക്കും. ഒരാഴ്ച സമയത്തിനുള്ളിൽ നമ്മളുടെ ബോഡിയിൽ മെമ്മറി സെൽസ് ഉണ്ടാക്കുകയാണ്. അതായത് റാബീസ് എന്ന് പറയുന്ന അഥവാ ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ ഈ വൈറസ് നമ്മളുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ആൻറ്റിബോഡീസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മളൊരു പട്ടാളത്തിൻ്റെ ഒരു ക്യാമ്പിനെ ട്രെയിൻ ചെയ്തുണ്ടാക്കുന്ന പോലെ. അതാണ് ഒരു വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് കൊണ്ടുവരാവുന്ന ഒരു എഫക്റ്റ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ടീമാണ്. നമ്മൾക്കിപ്പോൾ യുദ്ധം ചെയ്യണം, നമ്മൾക്ക് പെട്ടെന്നൊരു ട്രൂപ്പിനെ ഇറക്കണം, പെട്ടെന്നൊരു ട്രൂപ്പിനെ നമ്മൾ നേരെ റിക്രൂട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് റിഗ് അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുറിവായി ചോര പൊടിഞ്ഞു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അസുഖം വരാനുള്ള സാധ്യതകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാൻ ഒരു ടീം വേണം. അതിനാണ് നമ്മൾ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത്. ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ മുറിവിന് ചുറ്റുമാണ് വെക്കുന്നത്. മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ വെക്കുകയാണ് ചെയ്യുക. അത് HRIG ERIG എന്ന് പറഞ്ഞിട്ട് 2 രീതിയിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് മുറിവിന് ചുറ്റും വെക്കും. അത് അന്ന് മാത്രം, എന്നാണോ നമ്മൾ ആ മുറിവായിട്ട് വരുന്നത് അന്ന് മാത്രം ആ മുറിവിന് ചുറ്റും വെക്കും. അതിന് എത്രത്തോളം ഡോസ് വേണമെന്നുള്ളത് നമ്മളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ആ മുറിവിന് ചുറ്റും വെക്കുന്നതോടുകൂടി ആ മുറിവിന് ചുറ്റും എന്തെങ്കിലും വൈറസുകളോ കാര്യങ്ങളോ അപ്പം തന്നെ ഉണ്ടെങ്കിൽ അതിനെതിരെ അവിടെ അപ്പം തന്നെ ആക്ട് ചെയ്യാനുള്ള ഇത്. അപ്പോൾ അതിന് ഒരാഴ്ചൻ്റെ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ERIGയുടെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒരു 10 ദിവസം അല്ലെങ്കിൽ 14 ദിവസമാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ആ 10-14 ദിവസത്തിനുള്ളിൽ അവിടെ എവിടെയെങ്കിലും വൈറസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനത് കൊല്ലും. നമുക്കൊരു കടിയേറ്റ് നമ്മൾ ഒരു 7 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 8 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ERIG വെക്കുന്നതിൽ കാര്യമായിട്ട് അർത്ഥമില്ല. മിക്കവാറും നമ്മൾ IDRV മാത്രമാണ്, വാക്സിൻ മാത്രമാണ് വെക്കുന്നുണ്ടാവുക. ഈ ഒരാൾക്ക് കടിയേറ്റു, ഇനി പേവിഷബാധ ഏൽക്കുകയാണെങ്കിൽ അയാൾക്ക് വരാവുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്?
സിംറ്റംസ് സാധാരണ രീതിയിൽ നമ്മൾ ആ ഒരു കടിച്ചു എന്ന് വെക്കുക. അപ്പോൾ കടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അത് ഞരമ്പുകളിലൂടെയാണ് ഇത് കയറുന്നത്. ആദ്യം ഒരു കടിച്ച് നമ്മളുടെ കയ്യിലാണെങ്കിൽ ആ കയ്യിനടുത്തുള്ള ചെറിയ ഞരമ്പുകളിലേക്ക് ഇത് കയറുന്ന സമയത്ത് അവിടെ ചെറിയ തരിപ്പ്, വേദന പോലെ ഇതൊക്കെ അനുഭവപ്പെടാം. പിന്നീട് ഇത് ശരീരത്തിലേക്ക് കയറിയിട്ട് നമ്മളുടെ സുഷുമ്ന നാഡിയിലേക്ക് എത്തുകയും പിന്നെ അതുപോലെ തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യും. സുഷുമ്ന നാഡിയെ ഇത് എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ വരാം. ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ഫ്ലാക്സിഡ് പാരാലിസിസ് എന്ന് പറയും. എന്ന് വെച്ചാൽ രണ്ട് കൈയിനും കാലിനും ഒക്കെ ബലക്കുറവുള്ള ഒരു രീതിയിലുള്ള ഒരു ഫ്ലാസിഡ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. രണ്ടാമതൊരു ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ. സാധാരണ ഇത് നമ്മൾ കാണുന്നത് ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം വെപ്രാളം പിടിച്ച്, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. എയറോഫോബിയ, അതുപോലെ തന്നെ ഹൈഡ്രോഫോബിയ. അതായത് വെള്ളം കാണുമ്പോഴേക്ക് അവർക്ക് പേടിയാവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കാറ്റ് തട്ടുമ്പോഴേക്ക് പേടിയാവുന്ന ഒരവസ്ഥ. അപ്പോൾ അതിലേക്കൊക്കെ, അല്ലെങ്കിൽ ലൈറ്റ് കാണുമ്പോഴേക്ക് പേടിയാവുന്ന, വെപ്രാളം പിടിച്ച്, അതിൽ കുറച്ചും കൂടെ കൂടിക്കഴിഞ്ഞാൽ അപസ്മാരം, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വരാം. റാബീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സിംറ്റംസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 100% മരണം ഉറപ്പാണ്. ഇന്നേ വരെ ലോകത്ത് റാബീസ് വന്നിട്ട് രക്ഷപ്പെട്ടതിൻ്റെ കണക്കുകൾ പറയുന്നത് ഏകദേശം 20 പേര് മാത്രമാണ്. അതും അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരണം ഏകദേശം ഉറപ്പാണ് എന്നുള്ളത് കൊണ്ട് അത് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപസ്മാരം വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക, വേദന ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കുക, എന്നാൽ സപ്പോർട്ടീവ് കെയറും അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. പക്ഷേ മിക്കവാറും 100% മരണം സംഭവിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ കുട്ടി മരിച്ച സംഭവത്തിൽ തന്നെ ആദ്യം തന്നെ ഡോക്ടർമാർ നെഗ്ലക്റ്റ് ചെയ്തതാണ്, മുറിവ് തുന്നിയിട്ടില്ല എന്നുള്ള രൂപത്തിലൊക്കെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ആക്ച്വലി അത് നെഗ്ലക്റ്റിംഗ് അല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു റാബിഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം നമ്മൾ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തുന്നാൻ പാടില്ല. കാരണം അപ്പം തന്നെ തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലോസ്ഡ് സ്പേസ് ആവും. അത് പെട്ടെന്ന് തന്നെ അത് പകരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ഡിലേഡ് സൂച്ചറിങ് ആണ് ഇതിന് പറയാറ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് തുന്നാവൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ വരുന്നത്. അപ്പോൾ ആ ചെയ്തതാണ് അതിൻ്റെ ശരി, അങ്ങനെയാണ് അത് ചെയ്യേണ്ടതും. അതൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലതും പല രീതിയിൽ കേട്ടിട്ട് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം പലരും അതിനെക്കുറിച്ച് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും കാര്യങ്ങൾ അറിയാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നമ്മൾ പറഞ്ഞല്ലോ, അതായത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ലോകത്തെവിടെയും കാണാത്ത രൂപത്തിൽ ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലും ആഫ്രിക്കയിലും മാത്രമാണ് ഇത്രയധികം കേസുകൾ തെരുവുനായ ശല്യം മൂലം മരണങ്ങൾ ഉണ്ടാകുന്ന കണക്കുകളെല്ലാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഈ ഒരു രംഗത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? തീർച്ചയായും, അതായത് സ്ട്രേ ഡോഗ്സിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട്, നമ്മൾ ഈ കടിയേറ്റ എല്ലാവരും റാബീസിനെ കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാവുകയും അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷേഴ്സും എടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ സർക്കാരിൻ്റെ ഒരു പോളിസി ലെവലിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന്? ഒന്ന്, സ്ട്രേ ഡോഗിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിന് അതിനൊരു പോളിസിയിൽ എടുക്കാവുന്നതാണ്. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസിൻ്റെ കാര്യം, ഉള്ള സ്ട്രേ ഡോഗ്സിനെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒക്കെ തീരുമാനങ്ങളെടുത്ത് ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ തന്നെ മൃഗസ്നേഹികൾ രംഗത്തിറങ്ങുന്നതും, ഈ അങ്ങനെയുള്ള ആളുകൾ ഈ തെരുവുനായ്ക്കളെ കൊല്ലുന്നതിൽ അവർ വലിയ വലിയ വിഷമം പറയുന്നു. അതേസമയം ഈ നായ്ക്കൾ കടിച്ചു വന്ന കുഞ്ഞുങ്ങളുടെ അവരുടെ കുടുംബത്തിൻ്റെയോ കാര്യത്തിൽ അത്ര വേവലാതി കാണിക്കുന്നില്ല, അത് മനഃപൂർവ്വം മറച്ചു വെക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഇരട്ടത്താപ്പ് നയം ഒരുപക്ഷെ നമ്മുടെ സർക്കാരിൻ്റെ പോളിസികളെ നിയന്ത്രിക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ എന്തായാലും അത് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു നമ്മൾ ഈ തെരുവ് നായ കാരണം നമ്മളുടെ ജീവന് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനെതിരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള ഒരു ആക്ഷൻസ് എടുക്കുന്നതിന് നമുക്കതൊരു പ്രശ്നമാവരുത് എന്നുള്ളതായിരിക്കണം നമ്മുടെ തീരുമാനം. അതിപ്പം അവസാനമായി നമ്മളിപ്പോൾ വാക്സിനേറ്റ് ചെയ്തിട്ടും കുട്ടികൾ മരണപ്പെട്ട സംഭവമാണല്ലോ ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ അതിനുള്ളൊരു പോസിബിലിറ്റി എന്തൊക്കെയാണെന്ന് സാർ നേരത്തെ വിവരിക്കുകയുണ്ടായി. ഈ നിലവിൽ നമ്മുടെ തെരുവുനായ്ക്കളിലൂടെ ഒക്കെ വരുന്ന ഈ വൈറസിന്
ജനറ്റിക്കലി എന്തെങ്കിലും മാറ്റം സംഭവിച്ചത് കൊണ്ടുള്ള ഒരു സാധ്യത അങ്ങനെ നമുക്ക് റാബീസിന്റെ സ്ട്രെയിനുകളിൽ സാധാരണ രീതിയിൽ മാറ്റങ്ങൾ വന്നതായിട്ട് ഇതുവരെയുള്ള പഠനങ്ങളിൽ ഇല്ല. ഇനി പുതിയത് എന്തെങ്കിലും ഉള്ള മാറ്റങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്ട്രെയിനുകളിൽ വരുന്ന വ്യത്യാസം ആയിരിക്കാം ചിലപ്പോൾ ഇതിനുള്ളൊരു കാരണം. പക്ഷേ പൊതുവെ ഒരു ചില വൈറസുകളിൽ സ്ട്രെയിൻ പെട്ടെന്ന് തന്നെ മാറുന്ന തരത്തിലുള്ള വൈറസുകളുണ്ട്. പക്ഷേ റാബീസ് വൈറസ് അങ്ങനെയുള്ളൊരു വൈറസായിട്ടല്ല അറിയപ്പെടുന്നത്. അപ്പം അതിനുള്ള സാധ്യതകൾ കുറവായിട്ടാണ് തോന്നുന്നത്. മെയിൻലി അത് എങ്ങനെ ആണ് ആ ഒരു മെക്കാനിസം ഓഫ് ഇഞ്ചറി, എത്രത്തോളം ആഴത്തിലുള്ള മുറിവായിരുന്നു, അത് എത്രത്തോളം ബ്രെയിനിനോട് അടുത്തിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ മുറിവുണ്ടായത് എന്നുള്ളതിനൊക്കെ ആസ്പദമാക്കിയിട്ടിരിക്കും അതിൻ്റെ പ്രോഗ്രഷൻ എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. വൺസ് നമുക്കതിൻ്റെ ഒരു സിംറ്റംസ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാക്സിനേഷൻസ് എടുത്തതിലും വലിയൊരു കാര്യമില്ല. നമ്മൾ സിംറ്റംസ് വന്നതിന് ശേഷം വാക്സിൻ എടുക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒരു സിംറ്റം വരാത്തൊരാൾ, ഇപ്പോൾ എന്നെ ഈ ഒരു വാർത്ത കേൾക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് കാണുന്ന ഒരാൾ, അയാൾക്കൊരു വർഷം മുമ്പ് ഒരു പട്ടിയുടെ കടിയേറ്റിരുന്നു എന്ന് വിചാരിക്കുക. അയാൾ ഇപ്പോൾ പോയാലും അയാൾക്ക് വാക്സിൻ എടുക്കാം. കാരണം ഞാൻ പറഞ്ഞു 4 വർഷത്തിന് ശേഷം വേണമെങ്കിലും റാബീസ് നമുക്ക് ഇൻഫെക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് വാക്സിൻ എടുക്കുന്നത് പിന്നീട് എപ്പോഴെങ്കിലും അത് നമ്മളുടെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് തന്നെ അതിനെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു ആർമിയെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പ് എപ്പോഴെങ്കിലും നമ്മളുടെ ഒരു ഓർമ്മയിൽ കടിയേറ്റിട്ടുണ്ടെങ്കിൽ അതിന് വാക്സിൻ എടുക്കാൻ എല്ലാവരും ഉത്സാഹം കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. റൈറ്റ്. തെരുവ് നായകളുടെ ശല്യം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലങ്ങളാണ് ചെറിയ കുഞ്ഞുങ്ങളെ അടക്കം തെരുവ് നായകൾ കടിക്കുകയും പേവിഷബാധ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്ന അതിദാരുണമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പേവിഷബാധയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാക്സിനുകളുടെ അടക്കം പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് തൻവീർ സർ നമ്മളോട് സംസാരിച്ചത്. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.